ओम श्री सद्गुरु चरणारविंदाभ्याम नमः। गुरु ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः। गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। सदाशिवसमारंभां शंकराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादशङ्करं लोकशङ्करम्। सर्वोपनिषदो गावो दोग्धा गोपालनन्दनः पार्थो वत्स सुधीर्भोक्ता दुग्धं गीहितामृतं महत्। वसुदेवसुतं देवं कंसचाणूरमर्दनं देवकी परमानन्दं कृष्णं वन्दे ജഗദ്ഗുരും. എല്ലാ ആചാര്യമണ്ഡലിക്കും ഈ സത്സംഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയ സ്ഥലത്ത് തത്സൃഷ്ടുവാ തദേവ അനുപ്രാവിശത്ത് എന്ന് പറയുന്ന അനുപ്രവേശ ശ്രുതി ബ്രഹ്മം പ്രപഞ്ചം ഈ ആകാശാദിഭൂതങ്ങളെയും ഭൗതിക വസ്തുക്കളെയും എല്ലാം സൃഷ്ടിച്ച് തദേവ അനുപ്രാവിശത് അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു എന്ന് പറയുന്നതായ ആ അനുപ്രവേശത്തിന് ഇതുവരെ ഒരു വിശദീകരണം നൽകാൻ സാധിച്ചിട്ടില്ല സിദ്ധാന്തിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഹന്തതർഹി അനർത്ഥകത്വാത് അപോഹ്യമേതത് വാക്യം, ഈ വാക്യം എത്ര യത്നിച്ചാലും വിജ്ഞാനം ഉണ്ടാക്കുന്നതല്ല, അതുകൊണ്ട് അനർത്ഥമായതുകൊണ്ട് തത്സൃഷ്ടുവാ തദേവ അനുപ്രാവിശിതത് ഇതി അപോഹ്യമേതത് വാക്യം, ഈ വാക്യത്തെ തള്ളിക്കളയാനേ നിവൃത്തിയുള്ളൂ എന്ന് പൂർവപക്ഷി പറയുന്നു. അപ്പോ പലതരത്തിലുള്ള ചർച്ചകൾ ഇതിന് താഴെ വരുന്നുണ്ട്. അത് അവസാനം ചെന്നെത്തുന്നത് ബ്രഹ്മം എന്ന ആ ആനന്ദ സ്വരൂപത്തിന്റെ പ്രതിബിംബമാണ് അവിടെ പ്രവേശിക്കുന്നത് എന്നാണ്. പ്രതിബിംബം, ആ പ്രതിബിംബം അതായത് അവച്ഛേദവാദം, പ്രതിബിംബവാദം, ഇങ്ങനെ പല ചർച്ചകളും ഈ അനുപ്രവേശത്തിന്റെ വ്യാഖ്യാനമായിട്ട് പിൽക്കാലത്ത് ശങ്കരഭഗവത്പാദരുടെ പിൽക്കാലത്തുള്ള ആചാര്യന്മാർ അതിനെ കുറെ ഭേദപ്പെടുത്തിക്കൊണ്ട് ചർച്ച ചെയ്ത് അവരവരവരുടെ മതം സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരു ഐക്യം കാണുന്നത് ഈ ബ്രഹ്മസ്വരൂപത്തിന്റെ പ്രതിബിംബം ഈ അനാത്മാക്കളിൽ, അതായത് ജീവസ്വരൂപമായിട്ട് നമുക്കതിനെ കണക്കാക്കാം എന്നാണ്. അപ്പൊ ഇനി സിദ്ധാന്തി പറയാണ് ഈ പൂർവപക്ഷത്തിന്റെ ഇതൊക്കെ ബുദ്ധി വിശകലനത്തിനും കൂടിയാണ്. അതായത് ഈ എത്രത്തോളം നമുക്ക് ഈ ചർച്ചയിൽ നമുക്ക് താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പൂർവപക്ഷവും സമാധാനവും വീണ്ടും പൂർവപക്ഷവും സമാധാനവുമായിട്ട്, അതായത് ബുദ്ധി വിശകലനം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ഉറപ്പിക്കാനാണ്. ബ്രഹ്മമുണ്ടെന്നുള്ള ആ ഒരു സ്ഥാപനം, ആ ഒരു വാദം ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ചർച്ചകളെല്ലാം സഹായകമാകുന്നത്. അപ്പോ ഇവിടെ തദേവ അനുപ്രാവിശത് എന്ന് പറയുന്ന ആ ശ്രുതിവാക്യം നമുക്ക് ഉപേക്ഷിക്കാനേ നിവൃത്തിയുള്ളൂ. ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അപോഹ്യമേതത് വാക്യം അനർത്ഥകമായതുകൊണ്ട്. പക്ഷെ ശ്രുതി എങ്ങനെ അനർത്ഥകമാകും? ശ്രുതിവാക്യങ്ങൾ ഒരിക്കലും അവ അനർത്ഥകമാകുന്നതല്ല, അവയെല്ലാം തന്നെ അർത്ഥവത്താണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് അവ അനർത്ഥകമാണെന്നുള്ള ഒരു 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 എന്താ പറയാ, ഒരു വിവാദം സൃഷ്ടിക്കരുത്. ശ്രുതിയെല്ലാം തന്നെ, ശ്രുതിവാക്യങ്ങളെല്ലാം തന്നെ അർത്ഥവത്താണ്. അന്യാർത്ഥത്വാത്, അപ്പോ ആ ശ്രുതിവാക്യത്തെ അങ്ങനെ തള്ളാൻ കഴിയുന്നതല്ല, തള്ളുവാൻ പാടില്ല, അതിൻ്റെ അർത്ഥം വേറെയാണ്. എന്നിട്ട് ചർച്ച വേറൊരു ദിക്കിലേക്ക് കൊണ്ടുപോകുന്നു. അതാണ് അത് ഇവിടെ പ്രകൃതത്തിൽ ഈ ഉപനിഷത്തുമായി യോജിച്ച രീതിയിൽ ബ്രഹ്മത്തിന്റെ അസ്തിത്വം സാധിക്കുന്നതിന് വേണ്ടിയാണ് ചർച്ച അവിടെ കൊണ്ടുവന്നത്. കിമർത്ഥം അസ്ഥാനേ ചർച്ച, അതായത് ഈ ചർച്ച നേരത്തെ പറഞ്ഞ ഈ ശ്രുതി തത്സൃഷ്ടുവാ തദേവ അനുപ്രാവിശത് എന്ന ശ്രുതിയുടെ അർത്ഥം മറ്റൊന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് പിന്നീട് മനസ്സിലാക്കി തരാം. ഇപ്പോൾ അസ്ഥാനെ ചർച്ച കിമർത്ഥം, നമുക്ക് ഈ ചർച്ച ഇപ്പോൾ തൽക്കാലത്തേക്ക് നിർത്താം. ഈ വാക്യത്തിന് വേറൊരർത്ഥം
ഉണ്ട്. പ്രകൃതമായ ഒരു സന്ദർഭത്തിൽ അതിന് വേറൊരു അർത്ഥമുണ്ട്. അത് ഓർമ്മിച്ചിരിക്കേണ്ടതാണ്. പ്രകൃതോ ഹി അന്യോ വിവക്ഷതോ അസ്യ വാക്യാർത്ഥഃ അസ്തി സ സ്മർത്തവ്യഃ. അപ്പോ വേറൊരു അർത്ഥം വിവക്ഷിതമായിട്ടുണ്ട്. അത് വേറെ എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അത് സൂചിപ്പിക്കുകയാണ്. സ്മർത്തവ്യഃ ബ്രഹ്മവിദ് ആപ്നോതി പരം സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ യോ വേദനിഹിതം ഗുഹായാം തദ് വിജ്ഞാനം ച വിവക്ഷിതം. അപ്പോ പറയാണ്, ഈ ശ്രുതികൾ കൊണ്ട് നേരത്തെ നാം ഇപ്പോൾ അർത്ഥം മനസ്സിലാക്കിയതായ ബ്രഹ്മവിത്ത് ആപ്നോതി പരം, ബ്രഹ്മവിത്ത് പരം ആപ്നോതി, പരമമായതിനെ പ്രാപിക്കുന്നു. ആ പരമം എന്താ എന്ന് ചോദിച്ചാൽ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ യോ വേദനിഹിതം ഗുഹായാം. നമ്മുടെ ഈ ഹൃദയമാകുന്ന ആ ഗുഹയ്ക്കകത്ത് കാണപ്പെടുന്നതായ ആ ബോധം, അതിലെ ആ അഹം എന്ന് പറയുന്നതിനെ മാറ്റിക്കഴിഞ്ഞാൽ ലബ്ധമാകുന്ന ശുദ്ധമായ ബോധം, ആ ബോധം ആണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. അതായത് യോവേദ നിഹിതം ഗുഹായാം എന്ന്. അതിന്റെ വിജ്ഞാനമാണ് ഇവിടെ പ്രകൃതത്തിൽ സ്വീകരിക്കേണ്ടത്, മനസ്സിലാക്കപ്പെടേണ്ടത്. തദ് വിജ്ഞാനന്റെ വിവക്ഷിതം പ്രകൃതം ച തത്. അപ്പോ ബ്രഹ്മവിദ ആപ്നോതി പരം സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ യോവേദ നിഹിതം ഗുഹായാം എന്നീ ശ്രുതിവാക്യങ്ങളിലൂടെ മനസ്സിലാക്കപ്പെടുന്നതായ ആ പരമമായ സത്യത്തെ മനസ്സിലാക്കുന്നതാണ് ഇവിടെ പ്രകൃതം. അതാണ് വിവക്ഷിതം. അല്ലാതെ അത് എങ്ങനെ പ്രവേശിച്ചു എന്നുള്ളത് സാന്ദർഭികമായിട്ട് വന്നിട്ടുള്ള ഒരു ചർച്ചയാണ്. തത് സൃഷ്ട്വാ തദേവ അനുപ്രാവിശത്. ആ ചർച്ചയുടെ ആ ഒരു പര്യവസാനം ചെന്നെത്തുന്നത് ആ ചിത് പ്രതിബിംബം, ആ സത്തായ ചിത്തായ അനന്തമായ ആ വസ്തുവിന്റെ പ്രതിബിംബം എല്ലാ ജീവാത്മാക്കളിലും ഉണ്ട് എന്ന് സ്ഥാപിക്കുന്നു. അപ്പോ ഇവിടെ വിവക്ഷിതമായത് എന്താ എന്ന് പറഞ്ഞാൽ അതിനെ പ്രാപിക്കുന്നു. ബ്രഹ്മസ്വരൂപ അവഗമായ ച ആകാശാദി അന്നമയാന്തം കാര്യം പ്രദർശിതം. ബ്രഹ്മ അവഗമശ്ച ആരബ്ധഃ തത്ര അന്നമയാത് ആത്മനോ അന്യോ അന്തരാത്മാ പ്രാണമയഃ തദന്തർമനോമയോ വിജ്ഞാനമയോ ഇതി വിജ്ഞാന ഗുഹായാം പ്രവേശിതഃ തത്ര ച ആനന്ദമയോ വിശിഷ്ട ആത്മാ പ്രദർശിതഃ. അപ്പോ നേരത്തെ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നു. ബ്രഹ്മ അനുഗമം ആരംഭിക്കുന്നു. അന്നമയമായ ആത്മാവിൽ നിന്ന് അതിൻ്റെ വേറെയായിട്ടുള്ളതും അതിലുള്ളതായും അതിൻ്റെ ഉള്ളിലുള്ളതായുമായ പ്രാണമയൻ, അതിൻ്റെ ഉള്ളിലുള്ളതായ മനോമയൻ, അതിൻ്റെ ഉള്ളിലുള്ളതായ വിജ്ഞാനമയൻ എന്ന് പറഞ്ഞ് വിജ്ഞാനമാകുന്ന ഗുഹയിൽ പ്രവേശിപ്പിച്ച് അവിടെ ആനന്ദമയൻ എന്ന് വിശിഷ്ടമായ ഒരു ആത്മാവിനെ കാണിച്ചു തരികയും ചെയ്യുന്നു. അപ്പോ ഇതിങ്ങനെ കൊണ്ടുപോവുകയാണ്, പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ട്, എന്നാൽ ബന്ധപ്പെടാതെയും ഉള്ളതായ ഒരു പാതയിലേക്ക്. അതാണ് ഈ ഒന്നിന്റെ ഉള്ളിൽ ഒന്ന് എന്ന് പറയുന്നത്, തൊട്ടും തൊടാതെയും ഇരിക്കുകയാണ്. എന്നിട്ട് ആ ആനന്ദമയ വിശിഷ്ടമായ ബ്രഹ്മത്തെ കാണിച്ചു തന്നുകൊണ്ട് പിന്നെ ആ വിശിഷ്ട ബ്രഹ്മത്തെയും വൈശിഷ്ട്യത്തെയും മാറ്റി കേവല സ്വരൂപം, കേവല ആനന്ദ സ്വരൂപമാണ് ബ്രഹ്മം എന്ന് മനസ്സിലാക്കി തരാനാണ് ഇവിടെ ഉപനിഷത്ത് ഇത്രയും പ്രയത്നം ചെയ്തു വരുന്നത്. അതഃ പരമ ആനന്ദമയ ലിംഗാധിഗമദ്വാരേണ ആനന്ദ വിവൃദ്ധി അവസാന ആത്മാ എന്ന്. ഇതിനുമേൽ ആനന്ദരൂപമായ ആ അടയാളത്തെ പിന്തുടർന്ന് ആനന്ദമയ ലിംഗം എന്ന് പറയുന്ന അടയാളം അധിഗമദ്വാരേണ ആനന്ദവൃദ്ധിയുടെ അവസാനം, ആനന്ദം ഇങ്ങനെ ക്രമേണ വർദ്ധിച്ചുകൊണ്ട് പോകുന്നു. ആ ആനന്ദത്തെക്കുറിച്ചുള്ള മീമാംസ പറയുകയാണ്, നൈമിഷികമായ ചില ഭൗതികമായ ചില ആനന്ദങ്ങളിൽ നിന്നും എങ്ങനെയാണ് ബ്രഹ്മാനന്ദം വരെ നമുക്ക് എത്താം എന്നുള്ള ഒരു കണക്ക് പിന്നീട് പറയുകയാണ് ഈ ചർച്ചയുടെ അവസാന ഭാഗത്ത്.
അങ്ങനെ എത്തിയാൽ ആനന്ദ വിവൃദ്ധി അവസാന ആത്മാ. ആനന്ദവൃദ്ധിയുടെ ആനന്ദം, പരമാനന്ദം, അതാണ് അവസാനം. അതാണ് ആത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം. ആനന്ദമയന്റെ പുച്ഛമാകുന്ന പ്രതിഷ്ഠയും ബ്രഹ്മസ്വരൂപവും ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠാം. ബ്രഹ്മപുച്ഛം പ്രതിഷ്ഠ സർവവികൽപ്പ ആസ്പദോ നിർവികൽപ്പോ അസ്യാമേവ ഗുഹായാം അധിഗന്തവ്യ ഇതി തത് പ്രവേശ പ്രകല്പ്യത്തെ. അപ്പോ ഈ ആനന്ദമയന്റെ പുച്ഛമാകുന്ന ബ്രഹ്മം, പുച്ഛം എന്ന് പറയുന്നത് പ്രതിഷ്ഠ, ആ ബ്രഹ്മസ്വരൂപം സർവവികൽപ്പങ്ങൾക്കും ആസ്പദവും എന്നാൽ സ്വയം നിർവികൽപകവുമാണ്. ഒരു തരത്തിലുള്ള വികല്പം വിശേഷങ്ങളോട് കൂടാത്തതുമാണ്. അങ്ങനെയുള്ള ബ്രഹ്മസ്വരൂപം ആയ ആത്മാവ് ഈ ഗുഹയിൽ തന്നെ അറിയപ്പെടേണ്ടതാണ്. അസ്യാമേവ ഗുഹായാം അതിഗന്ധവ്യ ഇതി, ഇതിൽ തന്നെ അറിയപ്പെടേണ്ടതാണ് എന്നുള്ളതിലാണ് ഈ അതിൽ പ്രവേശിച്ചതായി കൽപ്പിച്ചിരിക്കുന്നത്. അതൊരു കൽപ്പനയാണ്. കാരണം മായയുടെ വിലാസം കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോ അതിൽ പ്രവേശിച്ചതായി കൽപ്പിച്ചിരിക്കുന്നു. നിർവികൽപ്പോ അസ്യാമേവ ഗുഹായാം അധിഗന്തവ്യ ഇതി തത് പ്രവേശ പ്രകൽപ്പത്തെ നഹി അന്യത്ര ഉപലഭ്യതേ ബ്രഹ്മ നിർവിശേഷത്വാത്. അപ്പൊ നിർവിശേഷമായതുകൊണ്ട് ബ്രഹ്മത്തെ വേറൊരിടത്ത് ഗ്രഹിക്കാൻ നിവൃത്തിയില്ല. നിർവിശേഷം, വിശേഷരഹിതം. വസ്തുക്കളെല്ലാം വിശേഷത്തോട് കൂടിയത് കൊണ്ടാണ് ഗ്രഹിക്കപ്പെടുന്നത്. ഇപ്പൊ ഒരു നീല വസ്ത്രം, അല്ലെങ്കിൽ ചുവന്ന കുടം, അല്ലെങ്കിൽ വെളുത്ത ദധി എന്നിങ്ങനെയൊക്കെ വികല്പങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ നാനാത്വം ഗ്രഹിക്കപ്പെടുന്നതും മനസ്സിലാക്കപ്പെടുന്നതും. സർവ വികല്പങ്ങൾക്കും, അതായത് വിശേഷണങ്ങൾക്കും, അതുകൊണ്ട് അതായത് വ്യത്യാസങ്ങൾക്കും അതീതമായ ബ്രഹ്മത്തെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഹൃദയ ഗുഹയിൽ മാത്രമാണ്. അതുകൊണ്ട് ബ്രഹ്മത്തെ വേറൊരിടത്ത് ഗ്രഹിക്കാൻ നിവൃത്തിയില്ല. വിശേഷങ്ങളുടെ സംബന്ധമാണ് ഇപ്പോ ഗ്രഹണത്തിന് ഹേതുവാകുന്നത്. ഇപ്പോ ഉദാഹരണം പറയാണ്, വിശേഷ സംബന്ധോ ഹി ഉപലബ്ധി ഹേതുർ ദൃഷ്ട. വിശേഷങ്ങളുടെ സംബന്ധമാണ് ഇപ്പൊ ഗ്രഹണത്തിന് ഹേതുവാകുന്നത്. അതായത് രാഹുവിനെ ഗ്രഹിക്കുന്നതിന് ഹേതുവാകുന്നത് എന്താ എന്ന് ചോദിച്ചാൽ, യഥാ രാഹോ ചന്ദ്രാർക്ക വിശേഷ സംബന്ധ. രാഹു എന്ന് പറയുന്ന ഒരു വസ്തുവിനെ ഗ്രഹിക്കുന്നത് എപ്പോൾ എന്ന് ചോദിച്ചാൽ ചന്ദ്രാർക്ക വിശേഷ സംബന്ധ. അതായത് ഗ്രഹണത്തിന് കാരണമായ ഈ സൂര്യചന്ദ്രന്മാരുടെ വിശേഷ സംബന്ധമാണ് രാഹുവിനെ ഗ്രഹിക്കുന്ന. രാഹു വാസ്തവത്തിൽ ഒരു ഛായാഗ്രഹമാണ്. അപ്പോൾ രാഹുവിനെ ഗ്രഹിക്കുന്നതിന് കാരണമാവുന്നു, ഹേതുവായിരിക്കുന്നത്. അതുപോലെ യഥാ രാഹോസ് ചന്ദ്രാർക്ക വിശേഷ സംബന്ധ ഏവം അന്ധകരണ ഗുഹാത്മ സംബന്ധ ബ്രഹ്മണ ഉപലബ്ധി ഹേതു. അപ്പോ അന്ധകരണമാകുന്ന ഗുഹയ്ക്കും ആത്മാവിനും തമ്മിലുള്ള സംബന്ധമാണ് ഇവിടെ ബ്രഹ്മത്തിനെ ഗ്രഹിക്കുന്നതിന് കാരണമായി തീരുന്നത്. എന്തുകൊണ്ടെന്നാൽ അന്ധകരണമാണ് അടുത്തിരിക്കുന്നത്. അഹം എന്നുള്ള ആ ബോധത്തെ ഉളവാക്കുന്ന അന്ധകരണമാണ് ഏറ്റവും അടുത്തിരിക്കുന്നത്, ഈ ഹൃദയ ഗുഹയിൽ ഇരിക്കുന്നത്. സംസ്കൃത ഭാഷയിൽ മനസ്സ്, ഹൃദയം എന്നെല്ലാം പറഞ്ഞാൽ ഒരേ അർത്ഥകമാണ്, അർത്ഥകമാണ്. സ്വാന്തം, ഹൃത്, മാനസം, മനഃ എന്നാണ് അപരകോശകാരൻ പറഞ്ഞുകൊണ്ട് പോകുന്നത്. അപ്പോ ഇവിടെ അവഭാസാത്മകത്വ അന്തഃകരണസ്യ, അത് അവഭാസം, പ്രതിബിംബനം ചെയ്യുന്നു. ചിത്തിന്റെ പ്രതിബിംബം, പ്രതിഫലനമാണ്. അത് നമ്മുടെ അഹം ബോധത്തിലാണ്. അപ്പൊ അഹം എന്നുള്ള ഈ ബോധം മാറി ഇത് സത്യമായ വസ്തു എന്നുള്ള ബോധം ചിരപ്രതിഷ്ഠ നേടിയാൽ അത് മുക്തിയാണ് എന്നും പറയുന്നു. അത് ഒരു കാര്യം വിശദീകരിക്കുന്നു. യഥാച ആലോകവിശിഷ്ട ഘടാധി ഉപലബ്ധി ഏവം ബുദ്ധിപ്രത്യയ ആലോകവിശിഷ്ട ആത്മ ഉപലബ്ധി സ്യാത് അസ്മാത് ഉപലബ്ധി ഹേതൗ ഗുഹായാം നിഹിതമിതി പ്രകൃതമേവ തദ്വൃത്തിസ്ഥാനീയേതു ഇഹ പുനഃ തത് സൃഷ്ട്വാ തദേവ അനുപ്രാവശ്യത് ഇത്യുച്യത്തെ. അപ്പോ യഥാച ആലോകവിശിഷ്ട ഘടാതി ഉപലബ്ധി. ഇപ്പോ ഒരു ഘടത്തിനെ നാം കാണണമെങ്കിൽ ഇവിടെ വെളിച്ചത്തിന്റെ സംബന്ധം വേണം. അതായത് ആലോകം, അതായത് പ്രകാശത്തിന്റെ സംബന്ധം ഉണ്ടാകണം.
പ്രകാശ സംബന്ധം ഇപ്പോ ഈ ഇതിൽ ഒരു 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 മുറിക്കകത്ത് ഘടം, പടം മുതലായ വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിലും അവ പ്രത്യക്ഷ വിഷയമാകണമെങ്കിൽ അതിൽ പ്രകാശം വേണം. ഇരുട്ടടഞ്ഞ ഒരു മുറിയിൽ ഒരു വസ്തുവും പ്രകാശിക്കുന്നതല്ല. അങ്ങനെ വെളിച്ചത്തിന്റെ സംബന്ധം കൊണ്ടാണ് ഘടപടാദികളുടെ ഗ്രഹണം ഉണ്ടാകുന്നത്, അവ മനസ്സിലാക്കപ്പെടുന്നത്. അതുപോലെ ബുദ്ധിപ്രത്യയ ആലോക വിശിഷ്ട ആത്മ ഉപലബ്ധി, ബുദ്ധിയുടെ പ്രത്യയമാകുന്ന ഈ വെളിച്ചത്തിന്റെ സംബന്ധത്താൽ ബുദ്ധിപ്രത്യയം പ്രത്യയ ആലോക വിശിഷ്ട ആത്മാ ഉപലബ്ധി, ബുദ്ധിയുടെ പ്രത്യയമാകുന്ന വെളിച്ചത്തിന്റെ സംബന്ധത്താൽ ആത്മാവിന്റെ ഗ്രഹണം ഉണ്ടാകുന്നു. അപ്പൊ ബുദ്ധി, അതുകൊണ്ടാണ് പറയുന്നത് മനസ്സ് ഇല്ലാതാകണം, മനസ്സിന്റെ ബാഹ്യമായ പ്രവർത്തനങ്ങളെല്ലാം നിശ്ചലമാകണം, എന്നിട്ട് മനസ്സ് ഉള്ളിലേക്ക് തിരിക്കണം. ആ പ്രത്യാഹാരം എന്ന് പറയുന്നത്, ആ പ്രത്യാഹാരത്തിലൂടെ, അതായത് ധ്യാനധാരണ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, പ്രത്യാഹാര ധാരണ ധ്യാന സമാധി എന്ന് പറയുന്ന യോഗശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതായ തത്വങ്ങൾ കൂടി നമുക്കിവിടെ ഉപകരിക്കുന്നു. അപ്പൊ ആത്മാവിന്റെ ഗ്രഹണം അവിടെയാണ് ഉണ്ടാകുന്നത്. അതിനാൽ ആത്മാവ് അതിന്റെ ഉപലബ്ധിക്ക് കാരണമായിട്ടുള്ള ഗുഹയിൽ പ്രവേശിച്ചു. അതിലുണ്ട് സാധകന് അത് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നതാണ് ഇവിടെ. അതിൽ ഇരിക്കുന്നതാണ് എന്ന് പറയുന്നതിന് പകരം എന്തു പറഞ്ഞു? അതിനെ സൃഷ്ടിച്ച് അതിൽ തന്നെ പ്രവേശിച്ചു എന്ന് ആലങ്കാരികമായിട്ട് പറയുക. അവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് ഉറപ്പിച്ചു പറയാൻ വേണ്ടി ആലങ്കാരികമായ ഭാഷയിൽ തത് സൃഷ്ട്വാ തദേവ അനുപ്രാവിശത് എന്ന് പറഞ്ഞു. അപ്പൊ ആത്മാവിന്റെ ഉപലബ്ധിക്ക് ഹേതുവായിട്ടുള്ള ഗുഹയിൽ, ഹൃദയ ഗുഹയിൽ ആത്മാവ് നിഹിതമാണ്, എപ്പോഴും ഉള്ളതാണ് എന്ന് സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രകൃതം. ഇവിടെ അതിൽ ഇരിക്കുന്നതാണ്. അപ്പൊ ആത്മാവിനെ എങ്ങനെ മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ, നാം നമ്മിൽ തന്നെ, നമ്മുടെ ഹൃദയ ഗുഹയിൽ തന്നെ നാം സാധകൻ ആ സാധനയുടെ പരാകോടിയിൽ മനസ്സിലാക്കുന്നു, തെളിഞ്ഞ് മനസ്സിലാക്കുന്നു എന്ന് പറയുന്നതിന് പകരം അതിനെ സൃഷ്ടിച്ചിരിക്കുന്നു, എന്നിട്ട് അതിൽ തന്നെ പ്രവേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അണ്ടർലൈൻ ചെയ്യുക, പുസ്തകം കയ്യിലുണ്ടെങ്കിൽ. തത് 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 വൃത്തിസ്ഥാനീയേതു ഇഹ പുനസ്തത് സൃഷ്ട്വാ തദേവ അനുപ്രാവിശത് ഇത്യുച്യതേ. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, ഉപലബ്ധി ഹേതൗ ഗുഹായാം നികിതമിതി പ്രകൃതമേവ. നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതായ ഹൃദയ ഗുഹയിൽ തന്നെ നാം കാണേണ്ടതായ, മഹാത്മാക്കൾ കണ്ടിട്ടുള്ള, സാധകന്മാർ കണ്ടിട്ടുള്ളതായ ആ ആത്മസ്വരൂപം അവിടെ തന്നെ ഉണ്ട്. അത് ആലങ്കാരികമായ ഭാഷയിൽ തത് സൃഷ്ട്വാ തദേവ അനുപ്രാവിശത് എന്ന് ഉപനിഷത്ത് വ്യക്തമാക്കി തരുന്നു. അതുകൊണ്ട് ആ ഉപലബ്ധിക്ക് ഹേതുവായിട്ടുള്ള ഗുഹയിൽ, ഗുഹ എന്ന് പറയുമ്പോൾ ഹൃദയ ഗുഹ നിഹിതമായിരിക്കുന്നു, അവിടെ തന്നെ ഉണ്ട്, അവിടെ തന്നെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഉള്ളതാണ് പ്രകൃതം എന്നതാണ് ഇവിടെ നാം സ്വീകരിക്കേണ്ടതായ അർത്ഥം. ഇവിടെ അതിൽ ഇരിക്കുന്നതാണ് എന്ന് പറയുന്നതിന് പകരം അതിനെ സൃഷ്ടിച്ച് അതിൽ തന്നെ അനുപ്രവേശിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോ ഇതെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാം. അത് മായികമാണ്. അതിപ്പോ മായ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. എങ്ങനെയാണ് അതിൽ കടന്നു കയറിയത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. കടന്നു കയറുക എന്ന് പറഞ്ഞാൽ നാം ഒരു ഗൃഹത്തിലേക്ക് കിടക്കുന്നത് പോലെയല്ല, ഒരു വീടിന്റെ ഉള്ളിലേക്ക് കിടക്കുന്നത് പോലെയല്ല എന്നുള്ളതും. ചിത് പ്രതിഫലനം, അത് സൃഷ്ടിച്ച ബ്രഹ്മം തന്നെ സൃഷ്ടിച്ചതായ ഈ പ്രപഞ്ചത്തിൽ കൽപ്പിതമായതാണ് ആ സൃഷ്ടി. വേദാന്തത്തിന്റെ അവസാനം അത് മനസ്സിലാക്കും. ഈ സൃഷ്ടി എന്ന് പറയുന്നത് തന്നെ ഇല്ലാത്തതാണ്. സൃഷ്ടി ഇല്ലാത്തത് കൊണ്ട് അതിന് നിരോധം, പ്രളയവുമില്ല എന്ന്. പക്ഷേ അവിടേക്ക് എത്തുന്നതിന് മുമ്പ് ഇവിടെ പലതരത്തിലും പല പടികൾ നാം കയറി കിടക്കേണ്ടതിരിക്കുന്നു. തദേവേദം ആകാശാദി കാരണം കാര്യം സൃഷ്ട്വാ തത് അനുപ്രവിഷ്ടമിവ അന്തർഗുഹായാം ബുദ്ധൗ ദ്രഷ്ടൃ ശ്രോതൃ മന്ത്ര് വിജ്ഞാനീത്യേവം വിശേഷവതുപലഭ്യത്തെ.
അപ്പോ ഈ ആകാശാദികൾക്ക് കാരണമായ ആ വസ്തു അങ്ങനെ പറഞ്ഞല്ലോ, ആത്മന ആകാശ സംഭൂത എന്നൊരു സൃഷ്ടിക്രമം പാലിച്ചുവല്ലോ. ആ ക്രമത്തിൽ ആകാശാദികൾക്ക്, അതായത് ഭൂതങ്ങൾക്കും ഭൗതിക വസ്തുക്കൾക്കും കാരണമായ ആ വസ്തു തന്നെ ഈ കാര്യം മുതലായവ സൃഷ്ടിച്ചിട്ട്, ആകാശാദികളെ സൃഷ്ടിച്ചിട്ട് അതിൽ അനുപ്രവേശിച്ചിരിക്കുന്നതു പോലെ തത് സൃഷ്ട്വാ തത് അനുപ്രവിഷ്ടമിവ അന്തർഗുഹായാം ബുദ്ധൗ, അതിനുള്ളിൽ ബുദ്ധിയാകുന്ന ഗുഹയിൽ എന്തൊക്കെ വിശേഷങ്ങളെ ഉണ്ടാക്കിത്തരുന്നു, എന്തൊക്കെ വ്യത്യാസങ്ങളെ ഉണ്ടാക്കിത്തരുന്നു എന്ന് പറഞ്ഞാൽ, ആ ഗുഹയിൽ ദ്രഷ്ടൃ ശ്രോതൃ മന്ത്ര വിജ്ഞാൻ ഇത്യേവം, എങ്ങനെ ദ്രഷ്ടാവായും ശ്രോതാവായും മന്ദാവായും, അതായത് മനനം ചെയ്യുന്നവനാണ് മന്ദാവ്, വിജ്ഞാതാവായും അത് തന്നെയാണ് അതിൻ്റെ അനുപ്രവേശം. അതായത് വിവിധ തരത്തിൽ അനുഭവപ്പെടുന്നുണ്ടല്ലോ, അതാണ് അതിൻ്റെ അനുപ്രവേശം. നമ്മൾ തന്നെ ദ്രഷ്ടാവ് കാണുന്നു, നമ്മൾ കേൾക്കുന്നു, നമ്മൾ തന്നെ കാണുന്നു, അറിയുന്നു, മനനം ചെയ്യുന്നു. ഇങ്ങനെ പല രീതിയിലും അറിയപ്പെടുന്നതായ, അതായത് പല പ്രകാരങ്ങളിൽ പല വിശേഷങ്ങളിൽ അറിയപ്പെടുന്നതാണ് ഈ അനുഭവമാണ്. അത് തന്നെയാണ് അതിൻ്റെ അനുപ്രവേശം. അപ്പോ നമ്മുടെ ഓരോ പ്രക്രിയയിലും ഈ ഈ സത്യത്തിന്റെ ആ ചിത് സ്വരൂപത്തിന്റെ അനുഭവം ആണിതെല്ലാം എന്ന്. അത് തന്നെയാണ് അനുപ്രവേശം എന്ന ശ്രുതിയുടെ അർത്ഥമായിട്ട് നാം സ്വീകരിക്കേണ്ടത്. സ ഏവ തസ്യ പ്രവേശ തസ്മാത് അസ്തി തത് കാരണം ബ്രഹ്മ, അതുകൊണ്ട് കാരണമായ ബ്രഹ്മമുണ്ട്, ഉണ്ടെന്നുള്ള നില. അതഃ അസ്തിത്വാത് അസ്തിത്യേവോ ഉപലബ്ധവ്യം തത്, അതുകൊണ്ട് ഉണ്ടെന്നുള്ള നില, അതിനുള്ളത് കൊണ്ട്, ഉണ്ട് ഉണ്മ എന്ന് പറയും, അതിനെ ഉണ്ട് എന്ന് തന്നെ അറിയേണ്ടത്. അഹം എന്ന ബോധം അറിയപ്പെടുന്നത് പോലെ ഈ ബ്രഹ്മവും അനുഭവ വിഷയമാകുന്നു. ശ്രുതി യുക്തി അനുഭവം. ശ്രുതി എന്താണ് പറഞ്ഞിട്ട് മനസ്സിലാക്കി തരുന്നത്? ആത്മാവ അരേ ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ എന്ന് ശ്രുതി പറഞ്ഞു തന്നു. ആത്മാ എന്നൊരു വസ്തുവുണ്ട്, ശ്രോതവ്യ ശ്രുതികളിലൂടെ കേൾക്കപ്പെടേണ്ടതാണ്, മന്തവ്യ മനനം ചെയ്യപ്പെടേണ്ടതാണ്, അതായത് അതിനെക്കുറിച്ചുള്ള ചർച്ചകളിലൂടെ, നിധിധ്യാസിതവ്യ അവസാനം നിധിധ്യാസനത്തിലൂടെ തദ്രൂപത്തിൽ അതേ രൂപത്തിലായി മനസ്സിലാക്കപ്പെടേണ്ടതുമാണ് ശ്രുതി യുക്തി അനുഭവം എന്ന്. അങ്ങനെ അസ്തിത്വാത് അസ്തി ഇത്യേവ ഉപലബ്ധവ്യം തത്, എന്നിട്ടോ തത് കാര്യം അനുപ്രവിശ്യ. അപ്പൊ വളരെ രസകരമാണിത്. തത് സൃഷ്ട്വാ തദേവ അനുപ്രാവിശത്. അനുപ്രാവിശത് എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള പ്രവേശനമല്ല, ചിത്തിന്റെ പ്രതിഫലനം ഇവിടെ കാണുന്നു. ഇനി തത് കാര്യം അനുപ്രവിശ്യ കിം, ഇനി അടുത്ത ചോദ്യം വരികയാണ്. തത് സൃഷ്ട്വാ തദേവ അനുപ്രാവിശത്, തദനന്തരം കിം എന്നുള്ള ചോദ്യം വരുന്നു. ആ കാര്യത്തിൽ അനുപ്രവേശിച്ചതിന്റെ ശേഷം ആ ബ്രഹ്മം സച്ച മൂർത്തം ത്യച്ച അമൂർത്തം അഭവത്, അത് മൂർത്തമായും അമൂർത്തമായും തീർന്നു. മൂർത്താമൂർത്തങ്ങൾ, മൂർത്താമൂർത്തേഹി അവ്യാകൃത നാമരൂപേ ആത്മസ്ഥേ അന്തർഗതേന ആത്മന വ്യാക്രിയേതേ മൂർത്താമൂർത്ത ശബ്ദവാക്യേ. എന്താണ് ഈ മൂർത്തം അമൂർത്തം എന്ന് പറഞ്ഞാൽ എന്താ? അന്തർഗതമായ ആത്മാവിനാൽ വ്യവഹരിക്കപ്പെടുന്നത്. വ്യവഹരിക്കപ്പെട്ട ശേഷം അവ മൂർത്തമെന്നും അപൂർത്തമെന്നുമുള്ള ശബ്ദങ്ങൾ കൊണ്ട് വാച്യങ്ങളായി തീരുന്നു. അവയെ മൂർത്തം അമൂർത്തം എന്നും പറയുന്നു. നമുക്ക് വ്യവഹരിക്കാൻ സാധിക്കുന്നതും വ്യവഹരിക്കാൻ സാധ്യമല്ലാത്തതുമായ രൂപത്തിൽ അവ ദേശം കൊണ്ടും കാലം കൊണ്ടും ആത്മാവിൽ നിന്നും വേർപിരിയാതിരിക്കുന്നതിനാൽ ആത്മാവ് അവയായി തീർന്നു എന്ന് പറയുന്നു. ആത്മസ്ഥേ മൂർത്താമൂർത്തേഹി സത്യച്ഛഭവത് എന്ന് ഉപനിഷത്തിലെ വാക്യം. സത് എന്ന് പറയുമ്പോൾ മൂർത്തം, ത്യത്ത് എന്ന് പറഞ്ഞാൽ അമൂർത്തം. അന്തർഗതേന ആത്മന വ്യാക്രിയേതേ മൂർത്താമൂർത്ത ശബ്ദവാച്യേ തേ ആത്മനാതു
അപ്രവിഭക്ത ദേശകാലേ ഇതി കൃത്വ ആത്മാ തേ അഭവത് ഇത്യുച്യത്തെ. അപ്പൊ ദേശം കൊണ്ടും ഈ നാമരൂപാദി വ്യവഹരിക്കപ്പെടുന്നതാണ് മൂർത്തം, വ്യവഹാര അയോഗ്യം അമൂർത്തം എന്ന് പറയുമ്പോൾ ഇവയെല്ലാം ബ്രഹ്മത്തിൽ തന്നെ ഉള്ളതാണ്. ആത്മാവിൽ നിന്നും ബ്രഹ്മത്തിൽ നിന്നും വേർപിരിയാതിരിക്കുന്നത് കൊണ്ടാണ് അവ പ്രകടമാകുമ്പോൾ ആത്മാവ് അവയായി തീർന്നു എന്ന് പറയപ്പെടുന്നത്. പ്രകടമാകുമ്പോൾ മൂർത്തവും പ്രകടമാകാതിരിക്കുമ്പോൾ അമൂർത്തവും എന്ന് പറയാം. എങ്ങനെ? കിംച നിരുക്തം ച അനിരുക്തം ച. നിരുക്തം നാമ നിഷ്കൃഷ്യ സമാന അസമാന ജാതീയേഭ്യഃ ദേശകാല വിശിഷ്ടതയാ ഇദം തത് ഇത്യുക്തം. അനിരുക്തം തദ് വിപരീതം. നിരുക്ത അനിരുക്തേ അപി മൂർത്ത അമൂർത്തതേരേവ വിശേഷണേ. യഥാ സത്യത്യച്ഛ പ്രത്യക്ഷ പരോക്ഷേ തഥാ നിലയനം ച അനിലയനം ച. നിലയനം നീടം ആശ്രയഃ മൂർത്തസ്യൈവ ധർമ്മഃ. അനിലയനം തദ് വിപരീതം അമൂർത്തസ്യൈവ ധർമ്മഃ. ഇതിൻ്റെയൊക്കെ ഓരോ വിശദീകരണങ്ങൾ മാത്രമാണ്. നിരുക്തഞ്ച അനിരുക്തഞ്ച നിലയനഞ്ച അനിലയനഞ്ച എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അതായത് നിരുക്തവും അനിരുക്തവുമായി തീരുന്നു. ഈ ബ്രഹ്മം ഇങ്ങനെ ആകാശാദികളെ സൃഷ്ടിച്ചുകൊണ്ട് ആകാശാദികളിൽ അനുപ്രവേശം നടത്തി എങ്ങനെ ആയിത്തീരുന്നു? സമാന ജാതീയങ്ങളിൽ നിന്നും അസമാന ജാതീയങ്ങളിൽ നിന്നും വേർതിരിച്ച് ദേശകാല വിശിഷ്ടമായി അത് ഇതാണ് എന്നിങ്ങനെ പറയപ്പെടുന്നു. അതാണ് നിരുക്തം. അതായത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നത് സമാന അസമാന ജാതീയേഭ്യഃ. സമാന ജാതീയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മനുഷ്യൻ എന്നൊരു ജാതി ഉണ്ട് നമുക്ക്. അതേസമയം അതിൽ തന്നെ ഞാൻ ഭാരതീയനാണ് എന്നുള്ളത് സമാന ജാതീയം. നമുക്കുള്ളവർക്ക് ഭാരതദേശവാസികൾക്കുള്ള സമാന ജാതിത്വം, സമാനത്വം. ഇനി അസമാന ജാതീയം എന്ന് പറയുമ്പോൾ ഭാരതീയർ യൂറോപ്യന്മാരിൽ നിന്നും വ്യത്യസ്തരാണ് എന്ന്. അത് അസമാന ജാതീയം. ഇപ്പോ കുറച്ചുകൂടി വേറൊരു ഉദാഹരണം പറഞ്ഞാൽ ചുവന്ന താമര. താമര എന്ന് പറയുന്നത് സമാന ജാതി. പക്ഷേ നീലത്താമര എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. അത് നീലം മറ്റ് ചുവന്ന താമരകളിൽ നിന്നുമുള്ള വ്യത്യാസം മനസ്സിലാക്കി തരുന്നു. ദേശകാല വിശിഷ്ടതയാ. ഇത് ഈ വിശേഷണം ഇവിടെയുള്ളവൻ, നാം ഇവിടെ ഇരിക്കുന്നു, ഞാൻ കാലടിയിൽ ഇരിക്കുന്നു. ദേശവിശിഷ്ടം, കാലവിശിഷ്ടം. ഇന്നത്തെ തീയതി 25 26 തീയതി, അതെ 25-ാം തീയതി എന്ന് ജൂലൈ 25-ാം തീയതി എന്ന കാലത്തിൽ ഞാൻ ഇരിക്കുന്നു. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെ നിർദ്ധാരണം ചെയ്യാൻ പറ്റുന്നതിനെയാണ് നിരുക്തം എന്ന് പറയുന്നത്. ഇതം തത് എന്ന്, അത് ഇതാണ് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നതാണ്. ഏതത് കാലവിശേഷം, ഏതത് ദേശവിശിഷ്ടം എന്നൊക്കെ നമുക്ക് പറയാം. ഈ സമയത്ത് ഇവിടെ ഉള്ളത്, ഈ ദേശത്തിലുള്ളത്, ഈ കാലത്തിലുള്ളത് എന്നൊക്കെ നമുക്ക് നിർണയിച്ച് പറയാൻ കഴിയുന്നത് എല്ലാം നിരുക്തം. തദ്വിപരീതം അനിരുക്തം. അങ്ങനെ സാധിക്കാത്തതെല്ലാം അനിരുക്തമാണ്. ഇപ്പൊ ഗോത്വം എന്ന് പറഞ്ഞാൽ ഗോക്കളിൽ കാണപ്പെടുന്ന ജാതിയാണ് ഗോത്വം. ആ ഗോത്വം എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഗോക്കളിലാണ് ഉള്ളത് എന്ന് പറയുന്ന പോലെ ആ ഗോക്കളിലുള്ള ഗോത്വം അജത്വം ഇല്ല. അജങ്ങളിൽ, ആടുകളിൽ ഇല്ല, അശ്വങ്ങളിൽ, കുതിരകളിൽ ഇല്ല. അപ്പോ നമുക്ക് നിർദ്ധാരണം ചെയ്ത് കൃത്യമായി നിരൂപണം ചെയ്ത് ഡിഫൈൻ ചെയ്ത് പറയാവുന്നതെല്ലാം നിരുക്തവും അത് സാധിക്കാതെ വരുന്നവയെല്ലാം അനിരുക്തവുമാകുന്നു. നിരുക്താനിരുക്തേപി മൂർത്താമൂർത്തേരേവ വിശേഷണേ. മൂർത്താമൂർത്തങ്ങളുടെ തന്നെ വിശേഷമായിട്ട് നമുക്ക് സ്വീകരിക്കാം. നിരുക്തം എന്നതിനെയും അനിരുക്തം എന്നതിനെയും സ്വീകരിക്കാം. പ്രത്യക്ഷവും പരോക്ഷവുമായിരിക്കുന്ന മൂർത്താമൂർത്തങ്ങളായി തീർന്നതുപോലെ അവയെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം. യഥാ സത്യത്യച്ഛ പ്രത്യക്ഷ അപരോക്ഷേ. സത് എന്ന് പറയുന്നത് പ്രത്യക്ഷവും ത്യത് എന്ന് പറയുന്നത് അപരോക്ഷവുമാണ് എന്ന് നമുക്ക് പറയാം. മൂർത്താമൂർത്തങ്ങളായി തീർന്നതുപോലെ തന്നെ നിലയനമായും അനിലയനമായിട്ടുള്ളത്. നിലയനം എന്നാൽ കൂട്, ആശ്രയം. അപ്പൊ അത് മൂർത്തത്തിന്റെ ധർമ്മമാണ്. മൂർത്തത്തിന്റെ ധർമ്മമാണ് സത്ത് എന്ന് പറയുന്നത്.
അതൊക്കെ നമുക്ക് നിലയനം ആശ്രയമുണ്ട്. ഇനി അതിന് വിപരീതമായതുള്ളത് അനിലയനം, അതായത് അമൂർത്തത്തിന്റെ ധർമ്മം എന്നും നമുക്ക് കണക്കാക്കാം. ത്യത് അനിരുക്ത അനിലയനാനി ധർമ്മത്വേപി വ്യാകൃത വിഷയാണി ഏവ. ഇനി ആ ത്യത്ത് എന്ന് പറഞ്ഞ സത്യത്യച്ഛാഭവത് എന്ന് പറഞ്ഞല്ലോ, ആ ത്യത്ത് എന്ന് പറയുന്നതിനെ വിശദീകരിക്കുകയാണ്. ത്യത് അനിരുക്ത അനിലയനാനി അമൂർത്തധർമ്മത്വേപി വ്യാകൃത വിഷയാണി ഏവ. അത് പരോക്ഷമാണ്. അനിരുക്തം അനിലയനം എന്നിവ അമൂർത്തധർമ്മങ്ങളാണ് എങ്കിലും അവയും ഈ ബ്രഹ്മത്തിന്റെ തന്നെ വ്യാകൃതമായ വിഷയങ്ങളാണ്. എന്തെന്നാൽ അവയും സൃഷ്ടിക്ക് ശേഷം ഉണ്ടായതായിട്ടാണ് പറയപ്പെടുന്നത്. സർഗോത്തരകാല ഭാവശ്രവണാത്ത് അമൂർത്തം എന്ന് പറഞ്ഞത് പ്രാണൻ മുതലായവയാണ്. യത് പ്രാണാഭി അനിരുക്തം, നമുക്ക് കാണാൻ സാധിക്കാത്തത്. തദേവ അനിലയനം ച, അതുകൊണ്ട് അതിനെ അനിരുക്തവും അനിലയനവും എന്ന് പറയുന്നു. അപ്പോ അതോ വിശേഷണാനി അമൂർത്തസ്യ വ്യാകൃത വിഷയാണി ഏവ ഏതാനി. അപ്പൊ വ്യാകരിക്കപ്പെട്ട ബ്രഹ്മം ഇങ്ങനെ അനുപ്രവേശം ചെയ്ത് ഇങ്ങനെ പലതായി വിഭജിച്ചു വന്നുവല്ലോ, അതിന്റെ തന്നെ വിഭജനത്തിൽ പെടുന്നതായ വസ്തുതകളാണ് ഇവയെല്ലാം. ഇനി വിജ്ഞാനം ച അവിജ്ഞാനം ച എന്ന് ശ്രുതി. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ചേതനം, അവിജ്ഞാനം എന്ന് പറഞ്ഞാൽ തദ്രഹിതം അചേതനം. പാഷാണാദി കല്ല് മുതലായവയെല്ലാം അവയ്ക്കൊന്നും ചൈതന്യമില്ല, ചേതനത്വമില്ല. അതുകൊണ്ട് അവയെ അവിജ്ഞാനം എന്ന് ഉപനിഷത്ത് പറയുന്നു. വിജ്ഞാനം എന്ന് പറയുന്നത് ചേതനം. ഇനി സത്യം ച വ്യവഹാര വിഷയം അധികാരാത് ന പരമാർത്ഥ സത്യം ഏകമേവഹി പരമാർത്ഥ സത്യം ബ്രഹ്മ. ഇനി സത്യം എന്ന് പറഞ്ഞിട്ട് സത്യം വ്യവഹാര വിഷയമാകുന്നതാണ് സത്യം. ഇപ്പൊ ഒരു വസ്തു ഉണ്ട്, ഒരു ഘടം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഘടത്തിനെ കുറിച്ച് നമുക്ക് പറയാം. ഒരു വസ്ത്രമുണ്ട് എന്ന് പറഞ്ഞാൽ ആ വസ്ത്രം നീല വസ്ത്രമാണ്, അത് 2 മീറ്റർ നീളമുള്ളതാണ്, അല്ലെങ്കിൽ 4 മീറ്റർ നീളമുള്ളതാണ് എന്നൊക്കെ നമുക്ക് അതിൻ്റെ അളവ്, അതിൻ്റെ വീതി എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. ഇതെല്ലാം സത്യമായതാണ്. പരമാർത്ഥ സത്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം മാത്രം. ഇഹ പുനഃ വ്യവഹാര വിഷയം ആപേക്ഷികം സത്യം. വ്യവഹാര വിഷയമാകുന്നത് ആപേക്ഷികമായ സത്യമാണ്. എങ്ങനെ? ഇന്നലെ വരെ ഉണ്ടായിരുന്നയാൾ ഇന്ന് കാണുന്നില്ലെന്നോ? വ്യാവഹാരിക സത്യം മാത്രമാണത്. കുറച്ചു കാലം ഉണ്ടായി, 88 വയസ്സ് വരെ ഒരു മുത്തശ്ശൻ ഉണ്ടായി എന്ന് വയ്ക്കുക, 90 വയസ്സ് വരെ ജീവിച്ചു. ഇന്നലെ അദ്ദേഹം മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇന്നലെയോടുകൂടി ആ വ്യാവഹാരിക സത്യത്വം അവിടെ ഇല്ലാതാകും. സത്യമാണ്, 90 കൊല്ലം വരെ സത്യമായിരുന്നു, പക്ഷേ ഇന്നലെയോടുകൂടി ആ സത്യത്വം അവസാനിച്ചു. അതുകൊണ്ടാണ് അതിനെ വ്യാവഹാരിക സത്യം എന്ന് പറയുന്നത്. ഉണ്ടായി, 90 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായി, കുറച്ചു കാലം ഇവിടെ ജീവിച്ചു, ഇന്നലെയോടുകൂടി അത് ഇല്ലാതായി എന്ന് പറയുമ്പോൾ വ്യാവഹാരിക സത്യത്വം. പരമാർത്ഥ സത്യം ബ്രഹ്മ ഏകമേവഹി. എന്നാൽ ഏതു കാലത്തിലും നിഷേധിക്കപ്പെടാത്ത സ്വഭാവത്തോടു കൂടി ഉള്ളത് പരമാർത്ഥ സത്യമായ ബ്രഹ്മം മാത്രം എന്ന്. ഇഹ പുനഃ വ്യവഹാര വിഷയം ആപേക്ഷികം സത്യം, അതിനെയാണ് വ്യാവഹാരിക സത്യം എന്ന് പറയുന്നത്, ആപേക്ഷികമായ സത്യം. ഇനി മൃഗതൃഷ്ണികാദി അനൃതാപേക്ഷയ ഉദകാദി സത്യമുച്യത്തെ. വേറൊരു തരത്തിലുള്ള സത്യമുണ്ട്. എന്താ? മൃഗതൃഷ്ണ. മൃഗതൃഷ്ണ എന്ന് പറയുന്നത് എന്താ? മൃഗതൃഷ്ണിക എന്ന് പറയുന്നത് മരുഭൂമിയിലെ ജലം. അങ്ങനെ നമ്മൾ നടക്കുമ്പോൾ, മരുഭൂമിയിൽ നടക്കുമ്പോൾ ദൂരെ ഒരു സ്ഥലത്ത് ജലരാശി ഉള്ളതുപോലെ തോന്നും. നാം അടുത്തേക്ക് എത്തുമ്പോൾ ആ ജലരാശി പ്രത്യക്ഷമാകും. അപ്പൊ ജലരാശി പോലെ ഒരു തോന്നൽ, ജലമുള്ളതുപോലെ ഒരു തോന്നൽ, അതിനെയാണ് മൃഗതൃഷ്ണിക എന്ന് പറയുന്നത്, മരുഭൂമിയിലെ ജലം എന്ന് പറയുന്നത്. അതിനെ എന്തു പറയും? അതിനെ അപേക്ഷിച്ച് വാസ്തവ ജലം സത്യമാണ്. വാസ്തവികമായി ജലമുണ്ടെങ്കിൽ അത് സത്യമാണ്. അപ്പോ ഉദകാദികൾ എന്ന് പറയുന്ന പ്രാതിഭാസിക സത്യത്തിൽ നിന്നും വ്യത്യസ്തമായതാണ് വ്യാവഹാരിക സത്യം. ഇനി അനൃതം ച തദ്വിപരീതം, സത്യത്തിന് വിപരീതമായിട്ടുള്ളതാണ് അസത്യം.
സത്യത്തിന് വിപരീതമായി കാണപ്പെടുന്നത് അസത്യം. സത്യം ജ അനൃതം ജ തദ് വിപരീതം കി പുനഃ. അപ്പൊ വിജ്ഞാനമായും അവിജ്ഞാനമായും തീർന്നത് ബ്രഹ്മമാണ്. ചൈതന്യമുള്ളതാണ് വിജ്ഞാനം, അചേതനമായത് പാഷാണാദികളാണ്. അതിനെ അവിജ്ഞാനം എന്ന് പറയുന്നു. എന്നിട്ട് ഈ ബ്രഹ്മം സത്യത്യച്ചാഭവത് എന്ന് പറഞ്ഞല്ലോ, അത് തന്നെ സത്യമായും അനൃതമായും തീർന്നു. സത്യം ജ അനൃതം ജ. സത്യം എന്ന് പറഞ്ഞാൽ അധികാരമനുസരിച്ച് വ്യവഹാര വിഷയമായ സത്യം, പാരമാർത്ഥിക സത്യമല്ല. പാരമാർത്ഥികമായ സത്യം ഒന്നു മാത്രമേ ഉള്ളൂ, അത് ബ്രഹ്മം, പരമാർത്ഥ സത്യം. ഇവിടെ പറഞ്ഞത് വ്യവഹാര വിഷയമായ ആപേക്ഷികമായ സത്യം. അതായത് കാനൽ ജലം, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ മൃഗതൃഷ്ണിക, കാനൽ ജലം പോലെ ഉള്ളത് അസത്യമാണ്. എന്നാൽ ആ അസത്യങ്ങളെ അപേക്ഷിച്ച് വാസ്തവിക ജലം സത്യമാണ്. എന്നാൽ ഈ വാസ്തവിക ജലവും ഇല്ലാത്തതാണ്. ഈ പറഞ്ഞതെല്ലാം ആയിത്തീർന്നത് പരമാർത്ഥ സത്യമാണ്. ഏതത് സർവം അഭവത് സത്യം പരമാർത്ഥ സത്യം കിം പുനസ്തത് ബ്രഹ്മ. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ ഇതി പ്രകൃതത്വാത്. അപ്പൊ ഏകമായ വസ്തു, സത്യമായ വസ്തു ബ്രഹ്മം മാത്രമാണ്. ബാക്കിയുള്ളതെല്ലാം ആപേക്ഷികമായ സത്തയോട് കൂടിയത്, വ്യാവഹാരിക സത്തയോട് കൂടിയത്, കാനൽ ജലം പോലെ പ്രാതിഭാസിക സത്യത്തോട് കൂടിയത്. ഇനി അതിന്റെ തന്നെ ഒരു വിശദീകരണം വരുന്നു. യസ്മാത് സത്യാധികം മൂർത്താമൂർത്ത ധർമ്മജാതം യത്കിഞ്ചത് ഇദം സർവം അവശിഷ്ടം വികാരജാതം ഏകമേവ സച്ഛബ്ദവാച്യം ബ്രഹ്മാഭവത്. ബ്രഹ്മമാണ് ഇവ എല്ലാം തന്നെ. ഈ പറഞ്ഞ മൂർത്താമൂർത്തങ്ങൾ എല്ലാവക ഈ ധർമ്മങ്ങളോടും കൂടിയത് എന്ന് വേണ്ട, ഇവിടെ പറഞ്ഞതും പറയാത്തതുമായ യത്തിൻ്റെ ഇതം സർവം അവശിഷ്ടം വികാരജാതം, ഇവയെല്ലാം തന്നെ ആകാശാദികൾ തുടങ്ങി ഈ പ്രപഞ്ചത്തിൽ കാണുന്നതായ നാനാത്വം പലതരത്തിലുമുള്ള സർവവും ഇവയെല്ലാം തന്നെ ഇവയായി തീർന്നത് സത്ത് എന്ന ശബ്ദത്താൽ നിർദ്ദേശിക്കപ്പെടുന്ന ബ്രഹ്മമാണ് എന്ന് മനസ്സിലാക്കണം. വികാരജാതം ഏകമേവ സച്ഛബ്ദവാച്യം. ഇങ്ങനെ പലതായി കാണപ്പെടുന്ന, വ്യത്യസ്തമായി കാണപ്പെടുന്ന, നാനാത്വ അനുഭവപ്പെടുന്നതായ ഈ പ്രപഞ്ചത്തിൽ, പ്രപഞ്ചം തന്നെ എല്ലാം സർവവും ഇവയെല്ലാം തന്നെ എന്താന്ന് ചോദിച്ചാൽ സച്ഛബ്ദവാച്യം ബ്രഹ്മ അഭവത്. ഇപ്പൊ ബ്രഹ്മം ഇവയെല്ലാം ഇങ്ങനെയെല്ലാം ആയി തീർന്നത് സച്ഛബ്ദവാച്യമായ ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കുക, മനസ്സിൽ ഉറപ്പിക്കുക. തദ് വ്യതിരേകേണ അഭാവാത്ത് നാമരൂപ വികാരസ്യ. എന്തെന്നാൽ ഇപ്പൊ ബ്രഹ്മത്തിൽ നിന്നും വേറെയായി നാമരൂപാത്മകമായ വികാരമില്ല. അപ്പൊ നാമരൂപാത്മകമായ നാനാത്വം, നാമം രൂപം എന്ന് വന്നാൽ നാനാത്വം വന്നു കഴിഞ്ഞു. ഘടം പടം മുതലായവ ആയി കഴിഞ്ഞു. ഞാൻ, നീ, അവൻ എന്നീ നാനാത്വം വന്നു കഴിഞ്ഞു. അതിനാൽ ആ ബ്രഹ്മത്തെ തദ് ബ്രഹ്മ സത്യമിത്യചക്ഷത്തെ ബ്രഹ്മവിദ തദേക. ആ ഏകമായ ബ്രഹ്മത്തെ സത്യമെന്ന് ബ്രഹ്മവിത്തുക്കൾ പറയുന്നു. അപ്പോ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ആ പ്രശ്നത്തിന്, ബ്രഹ്മം സത്ത് ഉണ്ടോ ഇല്ലയോ, ആത്മാവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള അനുപ്രശ്നം, തുടർന്നുള്ള ചോദ്യത്തിന് അവിടെയാണ്, ഇതാണ് പ്രകൃതം. അതിന് ഉത്തരമായിട്ടാണ് ഇവിടെ പറഞ്ഞത് സോകാമയത ബഹുസ്യാം പ്രജായേതി എന്ന്. അപ്പോ പറഞ്ഞതെല്ലാം ഒരിക്കൽ കൂടി കൊണ്ടുവരികയാണ് ഭാഷ്യത്തിൽ. അസ്തി നാസ്തീതി അനുപ്രശ്ന പ്രകൃത തസ്യ പ്രതിവചന വിഷയെ ഏതദുക്തം ആത്മാ അകാമയത ബഹുസ്യാമിതി. അതിനുള്ള ഉദാഹരണമാണ് ഉപനിഷത്തിൽ പറഞ്ഞു തരുന്ന പ്രതിവചനത്തിന്റെ ഉദാഹരണമാണ് ആത്മാ അകാമയത ബഹുസ്യാമിതി. അപ്പോ സോ അകാമയത ബഹുസ്യാം പ്രജായേതി എന്ന് പറഞ്ഞ ആ ആത്മാവ് തന്റെ ഇച്ഛ പോലെ യഥാകാമം യഥാകാമം ച ആകാശാദികാര്യം സത്യാദിലക്ഷണം സൃഷ്ട്വാ തദനുപ്രവിശ്യ പശ്യന് ശൃണ്വന് മന്വാനോ വിജ്ഞാനൻ ബഹു അഭവത്. ഭോക്താവും ഭോഗ്യവും എല്ലാം ആയിത്തീർന്നു. കാണുന്നവനും കാണപ്പെടുന്ന വസ്തുവുമായി തീർന്നു. കേൾക്കുന്നവനും കേൾക്കുന്ന ശബ്ദവുമായി തീർന്നു. ഇവയെല്ലാം ഒന്ന് തന്നെയാണ് എന്ന്. യഥാകാമം
തന്റെ ഇച്ഛ പോലെ, തന്റെ ഇച്ഛ കൊണ്ട് ആകാശാദി കാര്യം സത്യാദി ലക്ഷണം സൃഷ്ടുവാ തദനുപ്രവിശ്യ പശ്യന് ശൃണ്വന് ഗൃഹന്ന് പശ്യന് ശൃണ്വന് മന്വാനോ വിജാനന്, തന്റെ ഇച്ഛ പോലെ ഈ മൂർത്തം അമൂർത്തം എന്നീ ലക്ഷണങ്ങളോട് കൂടിയ ആകാശം മുതലായ കാര്യങ്ങളെയെല്ലാം സൃഷ്ടിച്ചിട്ട് അതിൽ അനുപ്രവേശിച്ച് കാണുകയും കേൾക്കുകയും മനനം ചെയ്യുകയും അറിയുകയും ചെയ്തുകൊണ്ട് പലതായി തീർന്നു. ഇനി തദേവ തസ്മാത് തദേവ ഇതം ആകാശാദി കാരണം കാര്യസ്ഥം പരമവ്യോമൻ ഹൃദയ ഗുഹായാം നിഹിതം തത് പ്രത്യയ അവഭാസ വിശേഷണ ഉപലഭ്യമാനം അസ്തീത്യേവം വിജാനീയാത് ഇത്യുക്തം ഭവതി. അപ്പോ ഈ ബ്രഹ്മം ഇങ്ങനെ ആകാശാദി കാരണമായും കാരണമായിട്ടും കാര്യമാകും, രണ്ടുമുണ്ടല്ലോ. ആകാശത്തിന് കാരണം ആത്മാവ്, ആകാശം വായുവിന് കാരണമാണ്, ആത്മാവിന്റെ കാര്യവുമാണ്, വായുവിന്റെ കാരണവുമാണ്. അപ്പൊ ഒരേ വസ്തു, ആത്മഭിന്നമായ വസ്തുക്കളെല്ലാം തന്നെ ലോകത്തിൽ വ്യാവഹാരിക തലത്തിൽ കാര്യവും കാരണവുമായി നിൽക്കുന്നു. പരമാർത്ഥ സത്യമായ ബ്രഹ്മം മാത്രം മൂലകാരണമായി നിലനിൽക്കുന്നു. അങ്ങനെ സ്ഥിതി ചെയ്യുന്ന ആ ബ്രഹ്മം തന്നെയാണ് ഹൃദയ ആകാശത്തിലുള്ള ബുദ്ധിയാകുന്ന ആ ഗുഹയിൽ സ്ഥിതി ചെയ്യുന്നത്. തദേവം ആകാശാദി കാരണം കാര്യസ്ഥം പരമേ വ്യോമന്, പരമമായ വ്യോമൻ, പരമമായ ആകാശം എന്ന് പറയുന്നത് ഹൃദയ ഗുഹ നിഹിതം തത് പ്രത്യയ അവഭാസ വിശേഷണ ഉപലബ്ധമാണ് അസ്തീത്യേവം വിജാനീയാത്. ആ ബുദ്ധിയുടെ പ്രത്യയങ്ങളാകുന്ന നാനാത്വങ്ങളാകുന്ന അവഭാസ വിശേഷണങ്ങളാൽ അറിയപ്പെടുന്നു, അനുഭവപ്പെടുന്നു. അതിനാൽ ഉണ്ട് എന്ന് അറിഞ്ഞുകൊള്ളണം. അത് ഏതസ്മിന്നർത്ഥേ ബ്രാഹ്മണോക്തേ ഏഷ ശ്ലോക. ഇപ്പൊ ബ്രാഹ്മണത്തിൽ പറഞ്ഞ ഈ അർത്ഥത്തിൽ തന്നെ താഴെ പറയുന്ന മന്ത്രവും ഉണ്ട്. യഥാ പൂർവേഷു അന്നമയാദി ആത്മപ്രകാശകാഹ പഞ്ചസ്വപി ഏവം സർവാന്തരതമത്വാത് അസ്തിത്വപ്രകാശകോപി മന്ത്രഃ കാര്യദ്വാരേണ ഭവതി. നേരത്തെ പറഞ്ഞല്ലോ, അന്നമയാദികളായ ആത്മാവുകളെ പ്രകാശിപ്പിക്കുന്നതായി മന്ത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും ആത്മാവിന്റെ അസ്തിത്വത്തിന് മന്ത്രമുണ്ട്. അസദ്വാ ഇതമഗ്ര ആസീത് എന്ന് അടുത്ത ചർച്ച ആരംഭിക്കുന്നു. കുറെ സൂക്ഷ്മമായ വിശേഷങ്ങളിൽ നമ്മൾ കടന്നു പോവുകയാണ്. ഇതെല്ലാം സംഗ്രഹിച്ചുകൊണ്ടുള്ള വീണ്ടും ഒരു ചർച്ച നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചർച്ച തുടരാൻ അതിനുള്ള ശക്തിയും അതിനുള്ള ബുദ്ധി വൈശദ്യവും ആ പരമാത്മാവ് നമുക്കെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം സമാപിപ്പിക്കുന്നു. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഈ ചർച്ച തുടരാം. എല്ലാവർക്കും നമസ്കാരം.